സമരം ചെയ്തോട്ടെ. നായപ്പട്ടി എന്നുള്ള വിളിയൊന്നും വേണ്ട. സമരം ചെയ്തോ. നീ കളിക്കണ്ട കേട്ടോ. എന്താ ഞാൻ പറയാം. അങ്ങനെ ആരും പേടിച്ചൊന്നും പോകാൻ ഉദ്ദേശിക്കുന്നില്ല. നായപ്പട്ടി എന്നൊന്നും വിളിക്കണ്ട. നീ സമരം വേണം ചെയ്തോ. അത് അവകാശം. വേണ്ടാത്ത ഭാഷ ഒന്നും ഉപയോഗിക്കണ്ട. സമരം ചെയ്തോ. പേര് പറഞ്ഞ പേടിച്ചിട്ട് പോകുന്നു വിചാരിച്ചങ്ങള് അതിന് ആളെ വേറെ നോക്കണം. പേടിപ്പിച്ച് വിടാൻ വിചാരിച്ചങ്ങള് അതിന് ആളെ വേറെ നോക്കണം കേട്ടോ. പേടിച്ചു പോവാൻ ആളെ വേറെ നോക്കണം. നിങ്ങള് നായ പട്ടിയിലൊക്കെ വിളിച്ചാൽ കേട്ട് പോകുന്ന ഒരാളും വിചാരിക്കണ്ട. അതിനാർജമുണ്ടോ? സമരം ഞാനും ചെയ്തിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. നായ പട്ടിനെ കുറിച്ച് അത് കേട്ടിട്ട് പോകാൻ അവരെ പേടിച്ചു പോകാൻ ഒരാളെ നോക്കാൻ പറയും. ഒരാളെ നോക്കാൻ പറയണേ കേട്ടോ. ഒരാളെയും പേടിച്ചു പോകാൻ ഉദ്ദേശിക്കുന്നില്ല ആരും. സമരം ചെയ്യാൻ എല്ലാവർക്കും അവകാശമുണ്ട്. സമരങ്ങളെയും പ്രതിഷേധങ്ങളെയും ഒന്നും ഞങ്ങൾ ഇതുവരെ ഭയന്നിട്ടുമില്ല. സമരം ചെയ്യാനുള്ള ആരുടെ അവകാശത്തെ ചോദ്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷെ സമരത്തിന്റെ പേരിൽ വന്നിട്ട് ആഭാസത്തരം കാണിക്കുകയും ചോദിക്കുകയും ചെയ്യുക. ഞാൻ അവരൊരാൾക്കും പരിക്ക് പറ്റരുന്ന് പോലീസിനോട് പറഞ്ഞു വാഹനം നിർത്തിവെക്കാൻ പറഞ്ഞു. വാഹനം തട്ടിയിട്ട് ഒരാൾക്കും പരിക്കേൽക്കരുതെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പറഞ്ഞൊരാളാണ്. അവിടെ വന്നിട്ട് നായ പട്ടിന്നൊക്കെ വിളിച്ചാൽ അത് കേട്ടു നിൽക്കാൻ ഒരാളെ നോക്കണം. ഏത് വലിയ സമരക്കാരൻ വന്നാലും അങ്ങനെ വടകര അങ്ങാടിന്ന് ആരും പേടിച്ചു പോകാൻ ഉദ്ദേശിക്കുന്നില്ല. ഇവിടെ തന്നെ കാണും.